ഹായ് ഓൾ ജിൻസ് കോക്ക് ഐഡൻറ്റിറ്റി ഹെ റൈറ്റർ ഡയറക്ടർ രണ്ടാളുകളുണ്ട്, അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ. ഇവർ തന്നെ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. ടൊവിനോ തന്നെ നായകനായിട്ടുള്ള ഫോറൻസിക്. അതിനുശേഷമാണ് ഈ സിനിമ രണ്ടുപേരും കൂടി ചേർന്ന് എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. അഖിൽ പോൾ ഇതിനു മുൻപ് സെവൻത് ഡേ എന്ന് പറയുന്ന പൃഥ്വിരാജും ടൊവിനോക്കുള്ള സിനിമ എഴുതിയിട്ടുണ്ട്. രാജു മല്യത്ത് ആൻഡ് ഡോക്ടർ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഡോക്ടർ റോയ് CJ ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റൊക്കെ ഉണ്ട്, ലോഗോ കിടുക. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്ന ജെയ്ക്സ് ബുച്ചയാണ്. അദ്ദേഹം മാക്സിമം എഫേർട്ട് ഇട്ട് മാക്സിമം ഔട്ട്പുട്ട് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അഖിൽ ജോർജ് DOP, ചമൻ ചാക്കോ എഡിറ്റിംഗ്, സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്ന MR രാജകൃഷ്ണൻ, സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിങ്ക് സിനിമ. പിന്നെ യാനിക് ബെൻ എന്ന് പറയുന്ന വിദേശിയാണ് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഒപ്പം ഫീനിക്സ് പ്രഭു ഉണ്ട്. ഇതിൽ 2 കിടലൻ ആക്ഷൻസ് ഉണ്ട്. ഒന്ന് ടൊവിനോയുടെ ഒരു ഗോഡൗൺ ഫൈറ്റ്, ടൊവിനോ ഒരു ടെർമിനേറ്റർ പോലെ ഫൈറ്റ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ഫ്ലൈറ്റിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, കിടലൻ കൊറിയോഗ്രാഫി. ഒബ്സസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു കുട്ടി. ആ കുട്ടി ഇങ്ങനെ വളരെ അടുക്കും ചിട്ടയും പെർഫെക്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ട്രൈവ് ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടറിൻ്റെ കുട്ടിക്കാലം കാണിക്കുമ്പോൾ തന്നെ ആ ക്യാരക്ടറിനെ മോൾഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. അതാണ് ടൊവിനോയുടെ ക്യാരക്ടർ. വലുതാവുന്ന സമയത്തും ഡ്രസ്സിങ്ങിലും പിന്നെ ഓരോ കാര്യം ചെയ്യുന്നതിലും എല്ലാം ഭയങ്കര പെർഫെക്റ്റാണ്. ഈ ഡിസോർഡറുള്ള ആളുകൾക്ക് അതറിയാം, പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്, വളരെ സീരിയസ് നോട്ടുള്ള ക്യാരക്ടർ. അത് ഗംഭീരമായിട്ട് ടൊവിനോ ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ വാക്കിംഗ് സ്റ്റൈല്, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, ഓവർ അപ്പിയറൻസ്, പിന്നെ ഇതിലെ കോസ്റ്റ്യൂംസൊക്കെ പൊളിയാണ്. പിന്നെ പുള്ളിയുടെ ഫിസിക്ക് കിട്ടില്ല ഫിസിക്ക്, അതായത് സ്ലീക്കായിട്ട് നമ്മൾ പക്ക ഒരു ടെർമിനേറ്റർ ആ ലെവല്. പിന്നെ പുള്ളി ഓൾറെഡി മറ്റേ സൂപ്പർ ഹീറോ ചെയ്തിട്ടുള്ള ആളാണല്ലോ. അപ്പോഴേ ഞാൻ പറഞ്ഞില്ല, ഇത്തരം കിറ്റുകൾ വളരെ സ്യൂറ്റബിളായിട്ട് ചേരുന്ന ഒരു ആക്ടറാണ് ടൊവിനോ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി മൊത്തത്തിൽ അത് ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. വളരെ സീരിയസ് നോട്ടുള്ള ക്യാരക്ടറാണ്. എല്ലാ സിനിമ മൊത്തം ഹെവി സീരിയസ് ആണ്. കോയമ്പത്തൂർ, അതുപോലെ തന്നെ ബാംഗ്ലൂർ, ഇത് വലിയ ബജറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ആ ബജറ്റിൻ്റെ ആ റിച്ച്നെസ് ഈ സിനിമയിൽ ഉടനീളം കാണാൻ സാധിക്കും. ടെക്നിക്കലി ഹൈ ക്വാളിറ്റി, ടോപ്പ് നോച്ച്. കാരണം ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ ഇത്രയും ബജറ്റും കൂടി കിട്ടിയത് കൊണ്ട് നല്ല വൃത്തിക്ക് ടൈം എടുത്ത് ചെയ്തതിൻ്റെ ഒരു ഔട്ട്പുട്ട് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും സിനിമയിലുടനീളം. ബിഗിനിങ് മുതൽ തന്നെ പടം ഗ്രിപ്പിംഗ് ആണ്. അതായത് വളരെ ഫാസ്റ്റായിട്ട് ഇത് പറഞ്ഞു പോവുക, വേറൊന്നും ചിന്തിക്കാനും നമുക്ക് സമയം തരുന്നില്ല. വളരെ ഫാസ്റ്റായിട്ട് കുറേ ക്യാരക്ടേഴ്സ് വരുന്നു. ടൊവിനോയുടെ ക്യാരക്ടർ, പിന്നെ തൃഷയുടെ ക്യാരക്ടർ, വിനയ് റായ്, അജു വർഗീസ്, ഷമി തിലകൻ, ഇങ്ങനെ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എല്ലാവരും കാണിച്ചുകൊണ്ട്. പിന്നെ അർജുൻ രാധാകൃഷ്ണൻ, അമ്മോ ഹെവി പുള്ളി. എന്നെ ഒരു ആക്ടറാണ് പുള്ളിയുടെ ഒരു ഹെവിനെസ് ഉണ്ട്. പുള്ളി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ണൂർ സ്കോഡ് കണ്ടല്ലോ, അന്യായ മുതലായിട്ട് അത് പുള്ളിയുടെ ക്യാരക്ടർ. പിന്നെ വിനയ് റായോടൊക്കെ മുട്ടി നിൽക്കാൻ ഇത്തിരി പാടാണ്. ഇച്ചിരി കൂടെ മൂക്കണം. അതുപോലത്തെ ഇനമാണത് ഈ അരവിന്ദ് സ്വാമി, വിനയ് റായ് എന്നൊക്കെ പറയണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഷെയ്ഡോ ചെയ്ത് കളഞ്ഞ് വിനയ് റായ് പലപ്പോഴും ടൊവിനോയെ. എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വിനയ് റായ് അത്രയ്ക്ക് ഹെവിയാണ്. പുള്ളിയുടെ ഒരു ഓറ ഉണ്ടല്ലോ, വിനയ് റായ് ഇങ്ങനെ വരുമ്പോൾ തന്നെ വാവ് അതുപോലത്തെ ഒരു ഐറ്റം. അങ്ങനെ ഇത്രയും ക്യാരക്ടേഴ്സ് വരുന്നു. ഇതിലുണ്ടാവുന്ന കോംപ്ലക്സിറ്റീസ്, ഇതിൽ തന്നെ പിന്നെ തൃഷയുടെ ക്യാരക്ടർ ഭയങ്കര കോംപ്ലക്സാണ്. അത് കൃത്യമായിട്ട് ഈ റൈറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സയൻറ്റിഫിക് അടിത്തറ കൃത്യമായിട്ട് പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട്. വൈ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇതിങ്ങനെ സംഭവിക്കും, വൈ നോട്ട് എന്നുള്ളത് നമ്മളെ ക്ലാരിഫൈ ചെയ്തിട്ടാണ് സിനിമ ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകുന്നത്. അത് വെറുതെ അങ്ങനെ പിന്നെ ഇങ്ങനെ കാറടക്കി വെടിവെക്കുന്നല്ല. കൃത്യമായിട്ട് സ്ക്രിപ്റ്റിലൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ട്. നല്ല കോംപ്ലക്സിറ്റി ഉള്ള സ്ക്രിപ്റ്റാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ സിനിമ ഇങ്ങനെ പോയി. ഫസ്റ്റ് ഹാഫ് വാസ് വെരി ഗ്രിപ്പിംഗ്, അതുപോലെ തന്നെ നല്ല ഫാസ്റ്റായിട്ട് തീർന്നിട്ടുള്ള ഫസ്റ്റ് ഹാഫാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്ന സമയത്ത് ഈ സ്ക്രിപ്റ്റിനകത്ത് ഒരുപാട് പണിയെടുത്ത് അതായത് ഈ എക്സസൈസ് പോലെ ഒരു സാധനം, ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്യാം. അതായത് എന്തൊക്കെയോ കാണിച്ചിട്ട് ആൾക്കാർ ഡ്രെയിൻഡായിപ്പോയി, എക്സോസ്റ്റഡ് ആയിപ്പോയി ഇത് കണ്ടിട്ട്. മീൻസ് അത് തിയേറ്ററിലിരുന്ന് കാണുമ്പോഴേ മനസ്സിലാവും. ഈവൻ ഒരുപാട് ഇംഗ്ലീഷ് സിനിമ കാണുന്ന ആൾക്കാർ കാര്യമെല്ലാം പറയാം, ഒരുപാട് ഇംഗ്ലീഷ് സിനിമ കാണേണ്ട ആവശ്യമില്ല, മലയാള സിനിമ കാണാൻ ഇത്തരം കോംപ്ലക്സിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആൾക്കാർക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ കൂടെ ഇമോഷണലി പോകാൻ പറ്റുന്നുണ്ട്. അത് പറ്റണില്ല. പിന്നെ ഒരുപാട് ലൂസൻസ് ഉണ്ട്, ഒരുപാട് ലോജിക്കൽ എറേഴ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്ന സമയത്ത് കുറേ സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ ഒരു എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ഹെവി സിനിമ ആവാതിരുന്നത്. അതുപോലെ സ്ക്രിപ്റ്റിനകത്ത് കുറേ ലെയേഴ്സ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ഈ സിനിമ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് റേസ് ചെയ്യാം.
ടൊവിനോ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ്, അദ്ദേഹം വരയ്ക്കുന്ന ഒരാളാണ്, ചെറുപ്പം മുതലേ വരയ്ക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലെയർ അതുമായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്, അതായത് വരകളും ചിത്രങ്ങളും, പിന്നെ ഇതിൻ്റെ ഡിസൈൻ മൊത്തം പ്രൊഡക്ഷൻ ഡിസൈനിൻ്റെ ആർട്ട് പരിപാടികളൊക്കെ ഭയങ്കര രസമാണ്. അതിൻ്റെ ഒരു ട്രാക്ക് അത് ഭയങ്കര രസമായിരുന്നു. അത് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന രീതി. കൂടാതെ ഇതിൽ റേപ്പിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ട്രോമ, ഈ അടുത്ത് വളരെ വിവാദമായിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു പണിയിൽ റേപ്പിനെ പോർട്രേ ചെയ്തതിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഇത് അതുപോലെയല്ല. റേപ്പ് മീൻസ് കുളിച്ചാൽ മാറണ സാധനം എന്നുള്ളതല്ല, അതിൻ്റെ ട്രോമ ഇസ് ദർ. കുളിച്ചാൽ ഫിസിക്കലി ഫൈൻ, കുളിച്ചാൽ മാറും, ബട്ട് ട്രീറ്റ് ചെയ്താൽ മാറും ഫിസിക്കലി. പക്ഷേ മെൻ്റലി വേണ്ടേ, മെൻ്റൽ ഹെൽത്ത് ഒക്കെ ഉണ്ട്. ആ ട്രോമാറ്റിക് സിറ്റുവേഷൻ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ ദൃശ്യം മുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനമാണ്, നമ്മുടെ ഒരു വീഡിയോ, ഒരു ക്ലിപ്പ് ലീക്കായി കഴിഞ്ഞാൽ ഹൗ വിൽ വി ഡീൽ വിത്ത് ദാറ്റ്. പല ആളുകളും പലതരത്തിലായിരിക്കും ഡീൽ ചെയ്യുക. നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. അത് ഭീകരമായിട്ട് ഭയപ്പെടുന്ന ആളുകളുണ്ടാവും. പക്ഷെ അത് എത്രത്തോളം എന്നുള്ളതിൻ്റെ ടു വാട്ട് എക്സ്റ്റെൻറ്റ് എന്നുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ഈ സിനിമയും മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഇതിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കാണുന്ന സമയത്ത് അതാ കുറേ ലോജിക്കൽ പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെ കാണിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഇതല്ല ഇതിലപ്പുറം കാണിക്കും. പക്ഷേ ഇത് മാത്രമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്ത് കൊള്ളിച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ഈ പിന്നെ ഇനണ്ടേറ്റഡ് വിത്ത് എന്ന് പറയും പോലെ ഇങ്ങനെ കുറേ കാര്യം ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ട് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ സിനിമ പോയിട്ടുണ്ട്. ആളുകൾക്ക് സിനിമയ്ക്കൊപ്പം ഇമോഷണലി കണക്റ്റായിട്ട് സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കാൻ സാധിച്ചാൽ മാത്രമേ ആ ഒരു ഈസോട് കൂടി സിനിമ കാണാൻ പറ്റൂ. ഇല്ലെങ്കിൽ വല്ലാണ്ട് എഫേർട്ട് ഇടേണ്ട ഒരവസ്ഥ ഉണ്ടാവും. ഇത് ഇൻസെപ്ഷൻ പോലെ, നോളൻ്റെ സിനിമ പോലെ ഇങ്ങനെ ഭയങ്കര ബുദ്ധി വേണമെന്നുള്ളതല്ല. പക്ഷേ ഈ ഒരു പ്രശ്നം ഈ സിനിമയ്ക്ക് സെക്കൻഡ് ഹാഫിൽ ഉടനീളം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് കണ്ടപ്പോഴും എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫോറൻസിക്കിൽ ഉണ്ടായിട്ടുള്ള ഈ റൈറ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഫോറൻസിക്കിൽ ഉണ്ടായിട്ടുള്ള മോട്ടീവ്സ് ഒന്നും ക്ലിയർ അല്ല. അതിന് മോട്ടീവ്സ് ഇല്ലാതെ തന്നെ കൊല്ലുവാണെങ്കിൽ തന്നെ അതും ക്ലിയർ അല്ല. ഒരുപാട് കില്ലിങ്സും ഒരുപാട് ഇങ്ങനെ അടിച്ച് കാറ്റി വെച്ച പോലെയായിരുന്നു ഫോറൻസിക് കണ്ടപ്പോഴുണ്ടായിട്ടുള്ളത്. പിന്നെ ഫോറൻസിക്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ പോളോ മറയ്ക്കണ സാധനം അത് റിയലായിട്ട് മറച്ചതാണ്. അതുപോലെ ഇതിലൊരു കീടലൻ ചേസ് ഉണ്ട്, ഒരു അന്യ ചേസ്, വർണ്ണയും ഫോർഡ് എൻഡവറും കീടലൻ ചേസ്. അത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. മലയാളത്തിലെ തന്നെ ബെസ്റ്റ് ചേസ് എന്ന് പറയാൻ പറ്റും, റോഡ് ചേസ്. അജു വർഗീസ് ഒരു പോലീസ് ഓഫീസറാണ്, DYSP. വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ അജു ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അജുവിൻ്റെ മീശയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. ഈ പണ്ട് സ്കൂളൊക്കെ നാടകം കളിക്കുമ്പോഴേ മീശയിലെ ആൾക്കാരെ മീശ പഠിക്കാതെ തന്നെ പിന്നെ സ്കിന്നിൻ്റെ കളർ അടിച്ചിട്ട് മീശ ഇല്ലാണ്ടാക്കും. അങ്ങനെ എന്തോ എനിക്ക് മനസ്സിലായില്ല. വാട്ട് ഹാപ്പൻ ടു ഹിം എനിക്കറിയില്ല. അജുവിൻ്റെ മീശയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. മീശയ്ക്കാണോ ചുണ്ടിനാണോ എന്നറിയില്ല, എന്തോ അവിടെ ചെയ്ത് ഒപ്പിച്ച് കൊളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്ഷമി തിലകൻ, അദ്ദേഹത്തിൻ്റെ ഡബ്ബിങ് ലെവൽ റേഞ്ച് അറിയാലോ. അദ്ദേഹം ഡോക്ടറാണ്, അന്യായ ഡയലോഗ് ഡെലിവറി പരിപാടി ക്ഷമി തിലകൻ കിടുമായിരുന്നു. മാർക്കോലി മോൻ തകർത്ത് ഇതിൽ അച്ഛൻ തകർത്തല്ല. അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹം പണ്ടേ പൊളിയാണ് ക്ഷമി തിലകൻ. പിന്നെ അർച്ചന കവിയുണ്ട്, കുറേ കാലത്തിന് ശേഷം നീലത്താമര, നല്ല റോളാണ്, നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോപിക രമേഷ് മറ്റേ തണ്ണീർമത്തൻ നഖംവെട്ടണമെന്ന് പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മന്ദിര ബേദി ഹിന്ദിക്കാരിയാണ്, നല്ല പ്രായമുണ്ട്, പക്ഷേ നല്ല സ്റ്റൈലിഷാണ്, നല്ല ലുക്കാണ് അവർ, ആ രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ക്യാരക്ടറാണ്. പിന്നെ വിശാഖ് നായർ കോഭെ, ടെക്കിയായിട്ട് തൃശ്ശയുടെ ഫ്രണ്ട് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. വൃദ്ധി വിശാലുണ്ട്, ഇങ്ങനെ കുറേ പേര്, ആര്യ മിഠായി ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാസ്റ്റിംഗ് ഈ സിനിമയ്ക്കകത്തുണ്ട്. അഭിനയം കൊണ്ടൊന്നും ആരും പറയിപ്പിച്ചിട്ടില്ല. മേജർ രവി അദ്ദേഹം ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എസ്പെഷ്യലി ടുവേർഡ്സ് ക്ലൈമാക്സ് ഓടി നടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ആ കഥാപാത്രം. ആസ് എ ഹോൾ പറയുകയാണെങ്കിൽ ഹൈലി ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ്, ഹൈലി എൻഗേജിങ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ്, വളരെ ഫാസ്റ്റായിട്ടാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുള്ളത്. നല്ലൊരു ട്വിസ്റ്റോട് കൂടിയുള്ള ഇൻ്റർവെല്ല്. അതിനുശേഷം ഞാൻ പറഞ്ഞു ഓവർ ഡൂയിങ് ഓവർ ദി സ്ക്രിപ്റ്റ്. പക്ഷേ സ്റ്റിൽ ക്ലൈമാക്സ് ഉൾപ്പെടെ വളരെ സാറ്റിസ്ഫാക്ടറി ആണ്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള, നല്ല പ്രൊജക്ഷനുള്ള ഒരു തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ടറി ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് ടൊവിനോസ് ഐഡൻറ്റിറ്റി.